സൂര്യ, നവമാധ്യമങ്ങളിലൊട്ടാകെ ഇപ്പോൾ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ്. മോഹൻലാലിന് പനി വന്നുവെന്നും അദ്ദേഹത്തിന് ശ്വാസതടസ്സം നേരിട്ട് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്നും 5 ദിവസത്തെ റെസ്റ്റിന് ശേഷം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ചർച്ചയാവുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന് കുറേ കമൻസുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ടെങ്കിലും ചില ആളുകൾ അതിനെതിരെ സംസാരിച്ച് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കാര്യം ഇതാണ്, ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തത്തിന് ശേഷം, കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതിനുശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിജീവനത്തിലായിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഇപ്പോഴും ദുരിതം അനുഭവിച്ചതിൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത്രയും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ന്യൂസുകളിലെല്ലാം വാർത്തകളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ ചെറിയൊരു പനിയെ ഇത്രയധികം മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ എന്ന് കമൻസുകൾ വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു ചെറിയൊരു പനി അല്ലെങ്കിൽ ഒരു ചെറിയ ശ്വാസതടസ്സത്തെ ഇത്രയധികം വലിയ രോഗമാണെന്നോ അല്ലെങ്കിൽ 5 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ അത് വലിയൊരു വിഷയമായിട്ട് ഇപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ 64 വയസ്സുള്ള ഒരു അത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ആ വയസ്സിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ശരീരത്തിന് നേരിടുന്ന ഭാഗമായിട്ട് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചു. അദ്ദേഹം ചികിത്സ തേടി അദ്ദേഹം പൂർണ്ണ ആരോഗ്യനായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെയും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം ചർച്ചകൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നാണ് നിലവിൽ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം. ഇപ്പോൾ ലോകം അറിയുന്ന ഒരു പ്രശസ്തനായ ഒരു സെലിബ്രിറ്റിയാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ, എപ്പോഴും അദ്ദേഹത്തെ അപ്ഡേറ്റ് ചെയ്യുന്നവർ, അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്യുന്നവർ എന്തായാലും വിഷമിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ. അപ്പോൾ അതിൽ വിഷമിക്കുന്നതിൽ ഒരു പരാതിയായിട്ടൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഫാൻസ് ആയാലും മറ്റ് ആരാധകരായാലും സിനിമകൾ ഇഷ്ടപ്പെടുന്നവരായാലും ഒരു സെലിബ്രിറ്റി എന്നതിലുപരി കുടുംബ അംഗത്തെ പോലെ കാണുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ, മോഹൻലാലിനെയും മമ്മൂട്ടിയെ പോലുള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കുന്നത് കാര്യമുണ്ട്. ഓഗസ്റ്റ് 16-നാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. അപ്പം ആ പ്രവേശിച്ച ആ സമയം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നെഞ്ച് പൊട്ടി കേരളം, അല്ലെങ്കിൽ ആ സ്വകാര്യ ആശുപത്രി ഒന്നാകെ വളഞ്ഞ് ജനക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ് കുറേ ക്യാപ്ഷനൊക്കെ ഇട്ടിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ന്യൂസ് വരുന്നത്. അദ്ദേഹത്തിന് സാധാരണ ഒരു വൈറൽ ഫീവറാണ് വന്നത്. അതിൻ്റെ കൂടെ ശ്വാസതടസ്സം നേരിട്ടു, സന്ധിവേദന ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇതിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടാണ്. എന്നിരുന്നാലും ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അത്തരത്തിലുള്ള കുറേ ക്യാപ്ഷനുകളാണ് വരുന്നത്. നെഞ്ചു പൊട്ടി കേരളം, വേറെ എന്തൊക്കെയുണ്ട്, അദ്ദേഹത്തിന് മൂർച്ഛിച്ച മറ്റെന്തോ ഒരു വലിയ അസുഖമുണ്ട്, എനിക്ക് തോന്നുന്നു ഈ ക്യാപ്ഷനുകളുടെയും തമ്പുകളുടെയും ഒരു അടിസ്ഥാനം തന്നെ ആയിരിക്കും ചിലപ്പോൾ ആൾക്കാരായാലും മറ്റു മാധ്യമങ്ങളായാലും അത് എടുത്തു നോക്കാനുള്ള ഒരു കാരണം ഇത് തന്നെ ആയിരിക്കും. അതാണ് കൂടുതൽ ചർച്ചയിലേക്ക് വഴി. പക്ഷെ അത്രയും ഒരു സാധാരണ പനി വന്ന ഒരു മനുഷ്യന് അത് ഏതോ ഒരു ഓൺലൈൻ മീഡിയയിൽ കിടക്കുന്നതാണ്. സാധാരണ പനിയല്ല, അദ്ദേഹത്തിന് മറ്റെന്തോ ഒരു ആരും അറിയാത്ത മറ്റൊരു രോഗം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മൂർച്ഛിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ, ഒരു ഓൺലൈൻ മീഡിയയിൽ ഞാൻ കണ്ട ഒരു ന്യൂസിൻ്റെ തമ്പാണിത്. അതായത് ആ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് അങ്ങനെയാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്തോ വലിയ രോഗമാണ് അദ്ദേഹത്തിന്. സാധാരണ ഒരു വൈറൽ ഫീവറാണ് അദ്ദേഹത്തിന് വന്നത്. പക്ഷേ ഈ മാധ്യമങ്ങൾ പടച്ചു വിടുന്നത് മറ്റെന്തോ അദ്ദേഹത്തിന് വലിയ എന്തോ അസുഖമുണ്ട്. ആ ഒരു ചെറിയൊരു ഇതാണ്, കച്ചവട ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ക്യാപ്ഷനൊക്കെ മാറ്റി ഈ രീതിയിൽ ആ വാർത്ത ഇത്ര വലുതാക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ചില ആൾക്കാരുടെ അഭിപ്രായം. ഇപ്പോൾ പകരം വെക്കാനാകാത്തൊരു മഹാനടൻ കൂടിയാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. മറ്റു നടന്മാരെ പോലെ നമുക്ക് മാറ്റി നിർത്തപ്പെടാനോ അല്ലെങ്കിൽ ഈ നടന് പകരം മറ്റൊരു മുഖത്തെ കാണാനോ പല സിനിമകൾക്കും സിനിമാ സംവിധായകർക്ക് പോലും സാധിക്കില്ല. അത്തരത്തിൽ ഒരു മഹാനടൻ എന്ന് തന്നെ പറയാം. അപ്പൊ അത്തരത്തിലൊരു മഹാനടന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശസ്തനായ അവാർഡുകൾ വാരിക്കൂട്ടിയ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തിയ ഒരു നടന് ഇത് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടും എല്ലാവരുടെയും, മാധ്യമങ്ങളുടെ ആയാലും സിനിമാ കാഴ്ചക്കാരുടെ ആയാലും എല്ലാവരുടെയും മനസ്സും കണ്ണും എല്ലാം ആ ഒരു വാർത്തയിലേക്ക് തന്നെ ചലിക്കുന്നതാണ്. പക്ഷെ ഇതിനെ ഒരു ബിസിനസ് രീതിയിൽ കാണുന്നവരും ചിലരുണ്ട്. അപ്പോൾ ജനങ്ങളും മാധ്യമങ്ങളും ഇതിലേക്ക് പോകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൂടെ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മോഹൻലാൽ ഒരു അഭിനയ പ്രതിഭയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാവും. അദ്ദേഹത്തിന് ഇപ്പം എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിന്ന് വരും, ചികിത്സ തേടിയെന്ന് വരും. അതൊക്കെ ഒരു കൊട്ടിഘോഷിക്കേണ്ട ആവശ്യം ഇല്ല. ശരിക്കും പറഞ്ഞാൽ, യാഥാർത്ഥ്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര വലിയ അസുഖമായിരിക്കണം. അല്ലെങ്കിൽ ഇതിനു മുൻപും നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ വലിയ വലിയ അസുഖങ്ങളുള്ള നടന്മാരൊക്കെ വിഷയങ്ങൾ വന്നപ്പോഴും നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു സംഭവമല്ല. അത്
മാത്രമല്ല ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് നമ്മളിപ്പോൾ ഒരു ദുരന്തത്തിന് ശേഷം നിൽക്കുകയാണ്. അപ്പം നമ്മൾ ആ ദുരന്ത ഭൂമിയിലേക്കുള്ള സഹായ ഹസ്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആ ന്യൂസ് വാല്യൂവിനനുസരിച്ച് പെരുമാറുക എന്നുള്ളൊരു തന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ നവമാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഓൺലൈൻ മീഡിയസ് ആയാലും മെയിൻ സ്ട്രീം മീഡിയയിലായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ന്യൂസും ഈ മോഹൻലാലിൻ്റെ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഒരു മനുഷ്യന് വരുന്ന ഒരു ചെറിയൊരു വൈറൽ ഫീവർ, അത് തന്നെയാണ് അദ്ദേഹത്തിന് വന്നത്. ഇപ്പോൾ ഈ ഒരു ചെറിയ വാർത്തയെ ഇത്രയധികം കൊട്ടിഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയതായിട്ടോ അല്ലെങ്കിൽ സുഖം പ്രാപിച്ചതായിട്ടോ ഒന്നും പറയുന്നില്ല. അദ്ദേഹം ആരോഗ്യവാനാണ് നിലവിൽ. ഒരു ചെറിയൊരു പനി വന്നു, അത് മാറി, അത് കൃത്യമായ ചികിത്സ എടുത്തു, അതിനുശേഷം ആരോഗ്യവാനായി തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതൊന്നും ഒരു സോഷ്യൽ മീഡിയകളും ഏറ്റെടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല. ഒരു ചെറിയ പനി വന്നപ്പോൾ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് മോഹൻലാൽ എന്നൊരു നടനെ ആരാധിക്കുന്നവർക്ക് ഇതൊരു വലിയ വിഷയമാകാം. പക്ഷെ അതിനേക്കാൾ ഉപരി ആ നടന് പനി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് പനി മാറി എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് മുൻപിലേക്ക് മുഖ്യധാരയിലേക്ക് എത്തുന്നില്ല. കാരണം ആൾക്കാരുടെ മുന്നിലേക്ക് ഒരു ബിസിനസ് ഒരു ലാഘവത്തോടെ തന്നെയാണ് മാധ്യമങ്ങളും മറ്റുള്ള ഒരു ഫാൻസുകാരായാലും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അസുഖത്തെ തുടർന്ന് അന്നത്തെ ദിവസം തന്നെ അദ്ദേഹം അഡ്മിറ്റായിട്ട് അന്ന് തന്നെ അദ്ദേഹം ഡിസ്ചാർജ് ആയി. അപ്പം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 5 ദിവസത്തെ റെസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 5 ദിവസത്തെ റെസ്റ്റിന് ശേഷം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹം, അമ്മ പരിപാടിയുടെ ആ വേദിയിൽ എത്തിയിരുന്നു എന്നാണ് 1-2 മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്, റിഹേഴ്സലിലാണ്. അപ്പം അമ്മ പരിപാടിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് കൊണ്ടുപോകുന്നതും മോഹൻലാൽ തന്നെയാണ്. മോഹൻലാലിൻ്റെ കുറേ യൂണിക് പ്രോഗ്രാംസ് എപ്പോഴും കാണും. ഒരുപാട് നായികമാരുമായിട്ട് നേരത്തെ അഭിനയിച്ച അതേ ചിത്രങ്ങളിലെ ഗാനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ വർഷവും അതുപോലത്തെ ഒരു യൂണിക് പരിപാടി എന്തായാലും കാണും. അപ്പോൾ അത്രയും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഒരു ചെറിയ പനിയുടെ പേരിൽ ഇത്രയധികം സോഷ്യൽ മീഡിയ ഒട്ടാകെ ഇത്രയധികം ചർച്ചയാക്കേണ്ട ആവശ്യതയില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പൂർണ്ണ ആരോഗ്യനായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ആരാധകർക്ക് ഒരു പരിധി വരെ ആശ്വസിക്കാനുള്ള വകയും അദ്ദേഹം ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇതേപോലെ എത്തിച്ചേർന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വയനാട് ദുരന്തം സംഭവിക്കുന്ന സമയത്തും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. അദ്ദേഹവും അന്ന് വന്ന് സഹകരിച്ചിരുന്നു. വയനാട് ദുരന്തത്തിൽ വലിയൊരു പങ്ക് വഹിക്കുകയും ദുരന്തത്തെ നേരിടുന്നവർക്കായിട്ട് 30 ലക്ഷത്തോളം രൂപ കൊണ്ടോ ധനസഹായം ചെയ്യുകയും അങ്ങനെയുള്ള രീതിയിലൊക്കെ തന്നാൽ കഴിയുന്ന വിധത്തിൽ അദ്ദേഹവും വന്ന് സഹകരിക്കുകയും സഹായിക്കുകയും പ്രദേശങ്ങൾ വന്ന് സന്ദർശിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെക്കാൾ ഉപരി ഇന്നായിരിക്കും മോഹൻലാൽ എന്ന വ്യക്തിയെ സമൂഹ മാധ്യമങ്ങൾ ആ പേര് വെച്ച് ആറാടിയത് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും വയനാട് ദുരിതബാധിതർക്ക് ഒപ്പം താൻ ഉണ്ടാകുന്നൊരു വാഗ്ദാനമൊക്കെ ദുരിതത്തിൽപ്പെട്ടവർക്കൊക്കെ നൽകിയിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പം ആ ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ സഹായഹസ്തം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ആ ദുരന്ത ഭൂമിയിൽ വരെ വന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്മനസ് അത്രയും മാത്രം നമ്മൾ കണ്ടാൽ മതി. അതുമാത്രമല്ല ഈ ഓൺലൈൻ മീഡിയയിൽ പറയുന്നത് അദ്ദേഹത്തിന് മാഞ്ചിയ എന്നുള്ള രോഗം എന്തോ ഉണ്ട്. അതെന്ത് രോഗമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ മീഡിയയിൽ പറയുന്നത് അദ്ദേഹത്തിന് മാഞ്ചിയ എന്നുള്ള രോഗമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് സന്ധിവേദന വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ത് തന്നെയായാലും അങ്ങനെ ഇല്ലാവചനങ്ങൾ, അദ്ദേഹത്തിന് സാധാരണ ഒരു പനിയാണ്, ഇല്ലാവചനങ്ങൾ അത് ഇല്ലാതെയാണ്. ഡോക്ടേഴ്സ് പോലും പറയാണ്ടാണ് മാഞ്ചിയ എന്ത് രോഗമാണെന്ന് എനിക്കറിയത്തില്ല, മാഞ്ചിയ എന്നുള്ളൊരു രോഗം അദ്ദേഹത്തിന് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് ഇറക്കിയേക്കുന്നത്. മോഹൻലാലിന് മാഞ്ചിയ രോഗം എന്ന് പറയുമ്പോൾ ആരായാലും എന്താ മാഞ്ചിയ, മോഹൻലാലിന് മാഞ്ചിയ രോഗം മാഞ്ചിയാന്ന് എന്താണെന്ന് പോലും ഗൂഗിളിൽ കിട്ടുന്നില്ല, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അത് എന്ത് രോഗമാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം സന്ധിവേദനയും പനിയും ശ്വാസതടസ്സവും വന്നത് മാഞ്ചിയ രോഗത്തിന്റെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മീഡിയയിൽ പറയുന്നത്. അതിന്റെ വാസ്തവം എന്താണെന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യൻ, അതായത് ദുരിതഭൂമിയിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇത്രയധികം പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്തൊരു മനുഷ്യനെ പറ്റി ഇങ്ങനെയൊന്നും പറയുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല.